ആൻറ്റിബയോട്ടിക് എപ്പോൾ കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ വയറിളക്കത്തിന് ആൻറ്റിബയോട്ടിക് എഴുതിയാൽ അത് എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ ഡിസെൻട്രി എന്ന് പറയും, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ ബാക്ടീരിയലായിട്ട് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ഈ അമീബ കാരണം എന്ത് ചെയ്യാം ഡിസെൻട്രി വരാം. അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ട് ഡിസെൻട്രി വരാം. അപ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് വയറ്റിൽ നിന്ന് പോകുന്നതിൽ തന്നെ ചുവപ്പ് കളർ കാണുന്നു, അല്ലെങ്കിൽ ചോരയുടെ അംശം കാണുന്നു എന്നുള്ളതാണ്. 2, അതിൽ കഫത്തിൻ്റെ അളവ് കൂടുതലാണെന്നുള്ളത്. 3, ഈ വയറിളക്കം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ല പനി ഉണ്ടായിരുന്നു. വയറിളക്കം ഉള്ള സമയത്ത് നല്ല പനിയുണ്ട്, പനിയും വിറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെന്തോ ഹൈ ഗ്രേഡ് ഫീവർ, ഇതിലെന്തോ ഒരു ഇൻഫെക്ഷ്യസ് കോസ് തന്നെയാണ്, ആണ് എന്ന് ഡോക്ടർക്ക് ഫീൽ ചെയ്താൽ, അതല്ലെങ്കിൽ ഡോക്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് അല്ലേ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ സ്റ്റൂൾ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. ബാക്ടീരിയൽ കോസാണ് എന്ന് ലക്ഷണം കൊണ്ടോ മറ്റോ ഡോക്ടർക്ക് മനസ്സിലായാലാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ മിക്കവാറും കേസുകൾ എന്താണ്, വൈറൽ കേസുകളാണ്. അപ്പോൾ മിക്കവാറും കേസുകൾ, ലൂസ് സ്റ്റൂളിൻ്റെ കേസുകളിൽ, ഡയറിയ കേസുകളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്.